എഡ്യൂക്കേഷൻ എൻകൗണ്ടറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ പല വീഡിയോകളിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഭാരതിയാർ യൂണിവേഴ്സിറ്റിക്ക് 15 മുതൽ 22 വരെ UGC അംഗീകാരം ഇല്ലെന്ന്. നിരവധി തെളിവുകൾ ഇതിനോടകം ഞാൻ വീഡിയോ ചെയ്തിട്ടിട്ടുണ്ട്. ഒന്നാമത്തെ തെളിവ്, UGCയോട് വിവരാവകാശം വഴി ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് UGC അംഗീകാരം 2015 മുതൽ 22 വരെ ഭാരതിയാർ യൂണിവേഴ്സിറ്റിക്ക് ഇല്ലെന്നാണ്. കത്ത് മുഖാന്തരം ചോദിച്ചപ്പോഴും അവർ അങ്ങനെ തന്നെയാണ് പറഞ്ഞത്. ഈ മൂന്നാമത്തെ പ്രധാനപ്പെട്ട കാര്യം, 16/604/2023 കേസ് നമ്പർ പ്രകാരം സുപ്രീം കോടതിയിൽ ഭാരതിയാർ യൂണിവേഴ്സിറ്റി കേസിൽപ്പെട്ടിരിക്കുകയാണ്. നാലാമതായിട്ടുള്ള ഒരു കാര്യം കൂടെ പറഞ്ഞിരുന്നു, കേരളത്തിലെ യൂണിവേഴ്സിറ്റികൾ UGC അംഗീകാരമില്ലാത്ത യൂണിവേഴ്സിറ്റികൾക്ക് ഇക്വലൻസി വാരി നൽകുന്നു എന്ന്. കാലിക്കറ്റ് സർവകലാശാല ഭാരതിയാറിന് ഇക്വലൻസി നൽകി വന്നിരുന്നു. ഇപ്പോൾ താൽക്കാലികമായിട്ട് ഇക്വലൻസി നിർത്തിവച്ചിരിക്കുകയാണ്. അവർ അവരുടെ വെബ്സൈറ്റിൽ ഭാരതിയാർ യൂണിവേഴ്സിറ്റി ഇക്വലൻസി നിർത്തിക്കൊണ്ട് ഉള്ളതായിട്ടുള്ള ഓർഡർ പുറപ്പെടുവിക്കണം. ഇക്വലൻസി നിർത്തലാക്കി എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും. കേരള, കാലിക്കറ്റ്, MG യൂണിവേഴ്സിറ്റികളൊക്കെ ഇപ്പോഴും ഭാരതിയാറിന് ഇക്വലൻസി നൽകി വരുന്നുണ്ട്. അതേ രീതിയിൽ പിന്തുടരുന്നുമുണ്ട്. ഭാരതിയാർ യൂണിവേഴ്സിറ്റിയുടെ ടെറിറ്റോറിയൽ ജൂറിസ്ഡിക്ഷന്റെ ലിസ്റ്റുകളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. 2015, 16, 17, 18, 19, 20 കാലഘട്ടത്തിലുള്ളത്. എല്ലാ സ്റ്റേറ്റിലും ഇവരുടെ എക്സാം സെന്റർ ഉണ്ടായിരുന്നു. വ്യക്തമായ തെളിവാണ് ഞാൻ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. എല്ലാം പോട്ടെ, ശ്രീലങ്കയിൽ വരെ 2019 ഭാരതിയാർ യൂണിവേഴ്സിറ്റിയുടെ സ്റ്റഡി സെന്ററും എക്സാം സെന്ററും വരെ ഉണ്ടായിരുന്നു. ഇതിൽ നിന്നും തന്നെ നമുക്ക് ഒരു കാര്യം മനസ്സിലാക്കാം, ഭാരതിയാർ യൂണിവേഴ്സിറ്റി ലോക ഉഡായിപ്പാണെന്ന്. ഈ യൂണിവേഴ്സിറ്റിക്കെതിരെ UGC പബ്ലിക് നോട്ടീസ് ഇറക്കാത്തത് എന്തുകൊണ്ടാണെന്നാണ് ഞാൻ ഇപ്പോഴും ആലോചിക്കുന്നത്. മദ്രാസ് ഹൈക്കോടതി വരെ ഭാരതിയാർ യൂണിവേഴ്സിറ്റിയെ വിമർശിച്ച് പറഞ്ഞിട്ടുണ്ട്. 2023 ഫൈനൽ ജഡ്ജ്മെന്റിലും കോടതി ഈ ഒരു സുപ്രധാന കാര്യം പറഞ്ഞിട്ടുണ്ട്. ടെറിറ്റോറിയൽ ജൂറിസ്ഡിക്ഷൻ ഭാരതിയാർ യൂണിവേഴ്സിറ്റി ലംഘിച്ചിട്ടുണ്ട്. എല്ലാ സ്റ്റേറ്റിലും ഇവർക്ക് സ്റ്റഡി സെന്ററും ഏജൻസി വരെ ഉണ്ടായിരുന്നു എന്ന് കോടതി വ്യക്തമാക്കിയിട്ടുണ്ട്. 2016, 2017 ഹിന്ദു ന്യൂസ്, ടൈംസ് ഓഫ് ഇന്ത്യ എന്നീ പത്രങ്ങളിൽ വാർത്തയുണ്ടായിരുന്നു, ഭാരതിയാർ സർവകലാശാല വയലേഷൻ നടത്തിയിട്ടുണ്ടെന്ന്. UGC ചട്ടം പാലിക്കാതെ എല്ലാ സ്റ്റേറ്റിൽ സ്റ്റഡി സെന്റർ നടത്തിക്കൊണ്ടിരുന്നുവെന്ന്, UGC അംഗീകാരം റദ്ദാക്കിയിരുന്നുവെന്ന്. ഇതൊക്കെ ഹിന്ദു ന്യൂസിലും അതേപോലെ തന്നെ ടൈംസ് ഓഫ് ഇന്ത്യയിലും ന്യൂസായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അത് കേരളത്തിലുള്ള ആരും ശ്രദ്ധിച്ചില്ല എന്ന് പറയുമ്പോൾ അതൊരു വലിയ അതിശയം തന്നെയാണ്. ഈ ഭാരതിയാറിലുള്ള വിദ്യാർത്ഥികളുടെ കാര്യം പോട്ടെ, അവർക്ക് ഡബ് എന്താണെന്നും അവർ പഠിക്കുന്ന യൂണിവേഴ്സിറ്റി എന്താണെന്ന് പോലും അവർക്ക് അറിഞ്ഞൂടാ, അത്ര വിവരമുള്ളൂ. പക്ഷേ കേരളത്തിലെ യൂണിവേഴ്സിറ്റികൾക്ക് ഇതെന്താണ് പറ്റുന്നത്? ഇക്വലൻസി കൊടുക്കുന്ന യൂണിവേഴ്സിറ്റിക്ക് അവരൊന്നും ഇത് ഹിന്ദു ന്യൂസ് പേപ്പറിലും അതേപോലെ തന്നെ ടൈംസ് ഓഫ് ഇന്ത്യയിൽ വന്ന ഒന്നും ന്യൂസ് ഒന്നും കണ്ടില്ലേ ഭാരതിയാർ യൂണിവേഴ്സിറ്റിയെക്കുറിച്ച്? ഡൽഹി എഡിഷനിലാണ് ആ പത്രങ്ങൾ. മദ്രാസ് ഹൈക്കോടതി വിധിക്കെതിരെ UGC സുപ്രീം കോടതിയിൽ പോയിട്ടുണ്ട്. അത് മിക്ക ന്യൂസുകളിലും റിപ്പോർട്ടായിട്ടുള്ളതാണ്. ഈ ഒരു കാര്യം സുപ്രീം കോടതിയിൽ കേസ് നിലനിൽക്കെ ഭാരതിയാറിന് ഇക്വലൻസി കേരളത്തിലെ സർവകലാശാലകൾ നൽകി വരുന്നുണ്ട്. ഇതിലൊരു ഉഡായിപ്പ് നടക്കുന്നുണ്ട്, അത് ഞാൻ വ്യക്തമാക്കും. ഈ ഇൻവാലിഡായ ഇക്വലൻസി വെച്ചാണ് കേരള PSCയിൽ പലരും ജോലിയിൽ കയറുന്നത്. ഭാരതിയാർ വിദ്യാർത്ഥികൾ PSC ബിരുദമോ UGC അംഗീകാരമോ നോക്കാറില്ല. വെറും ഇക്വലൻസിയുടെ ബലത്തിൽ മാത്രമാണ് അംഗീകാരമില്ലാത്ത അനർഹരെ PSC കയറ്റിവിടുന്നത്. കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ മുമ്പോട്ട് വെച്ചിട്ടുള്ള റൂള്, കേരളത്തിലെ ഏതെങ്കിലും സർവകലാശാലകൾ തരുന്ന ഇക്വലൻസി മാത്രം മതി. അവർക്ക് അത് മാത്രം മതി, അത് മാത്രം അവർ നോക്കും. അംഗീകാരമുണ്ടോന്നോ ബിരുദ അംഗീകാരമുണ്ടോന്നോ ഒന്നും അവർ നോക്കൂല. വ്യക്തമായി പരിശോധന നടത്താതെ ഇക്വലൻസി കയ്യിൽ ഉള്ളവരെ മാത്രം സല്യൂട്ട് ചെയ്ത് കയറ്റി അങ്ങ് വിടും. ഇതാണ് PSCയുടെ ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുന്ന കാര്യം. ഇപ്പോൾ അണ്ണാമല യൂണിവേഴ്സിറ്റിയിലെ വിദ്യാർത്ഥികളെ ആണെങ്കിലോ UGC പബ്ലിക് നോട്ടീസ് ഇറക്കിയത് ആരോപിച്ച് കേരള PSCയും കേരളത്തിലെ സർവകലാശാലകളും തഴഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിൽ ഇവിടെ 2 നീതിയാണ് നടപ്പാകുന്നത്. ഇരട്ടത്താപ്പ് നയം. UGC വെബ്സൈറ്റിൽ ഇല്ലാത്തവർക്കെല്ലാം ഇക്വലൻസി കിട്ടുന്നു, PSC അംഗീകരിക്കുന്നു. പബ്ലിക് നോട്ടീസ് ഇറക്കിയ യൂണിവേഴ്സിറ്റികൾക്ക് മാത്രം അയിത്തം കൽപ്പിച്ചിരിക്കുകയാണ് ഇവിടെ. UGC നിയമം അനുസരിച്ച് UGC-DEB ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ ബ്യൂറോ, ആ വെബ്സൈറ്റിൽ ഉള്ള യൂണിവേഴ്സിറ്റികൾക്ക് മാത്രമാണ് UGC അംഗീകാരമുള്ളത്. ആ വെബ്സൈറ്റിൽ ഇല്ലാത്ത യൂണിവേഴ്സിറ്റികൾക്ക് അംഗീകാരമില്ല. അതാണ് UGCയുടെ നിലപാട്. പക്ഷേ കേരളത്തിലെ സർവകലാശാലകൾ അതൊന്നും പുല്ലുവില പോലും കൽപ്പിക്കുന്നില്ല.
പബ്ലിക് നോട്ടീസ് ഇറക്കിയാൽ മാത്രമേ കേരളത്തിലെ സർവകലാശാലകൾ ഉറക്കത്തിൽ നിന്ന് ഉണരൂ, ഇക്കലൻസി നിർത്തൂ. 2019 നിർത്തലാക്കിയ ഇക്കലൻസി ഇപ്പോഴും കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ആരാണ് ഈ ഇക്കലൻസി നിർത്തിയതെന്ന് അറിയണ്ടേ? ഹയർ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റാണ് ഈ ഇക്കലൻസി നിർത്തിയത്. അത് കേരളത്തിലെ എല്ലാ VC-മാരും അതുപോലെ ഗവർണറും അന്നത്തെ മന്ത്രി എല്ലാവരും കൂടെ ഒന്നിച്ച് ഒരു ഓർഡിനൻസ് ഇറക്കിയിട്ടാണ് ഈ ഇക്കലൻസി നിർത്തിയത്. പക്ഷേ അത് കാറ്റിൽ പറത്തിയാണ് ഇപ്പോഴും ഇക്കലൻസി കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ പറയുന്നതിൽ എന്താണ് തെറ്റ്? തെളിവുകൾ നിരത്തിയാണ് ഞാൻ ചാനലിൽ വീഡിയോ ഇടുന്നത്. തമിഴ്നാട്ടിലുള്ളവരുടെ ബോധം പോലും കേരളത്തിലുള്ള മലയാളികൾക്കില്ല. അതാണ് മലയാളികൾ ഡിഗ്രിയും പഠിച്ച് പെട്ടിരിക്കുന്നത്. അണ്ണാമല, ഭാരതിയാർ യൂണിവേഴ്സിറ്റികൾ അംഗീകരിക്കും, പക്ഷേ TMBC ഹയർ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ഇതൊക്കെയാണ് അംഗീകരിക്കുന്നത്. തമിഴ്നാട്ടിൽ മാത്രമാണ്. അവിടെ സ്റ്റാലിനും അതുപോലെ തന്നെ എഡ്യൂക്കേഷൻ മിനിസ്റ്ററും തമിഴ്നാട് വിദ്യാർത്ഥികൾക്ക് കട്ട സപ്പോർട്ടാണ്. കേരളത്തിലുള്ള വിദ്യാർത്ഥികൾക്ക് ആരാണ് സപ്പോർട്ട് നിൽക്കുന്നത്? ഇവിടെ 3 വർഷം ആകാൻ പോകുന്നു, എന്നിട്ടും പലരുടെയും കൊഴുപ്പൊന്നും തീർന്നിട്ടില്ല. സത്യം പറയുന്ന ഞങ്ങളെ കുറ്റപ്പെടുത്താൻ കുറേ എണ്ണം വരും. അതാണ് ഇവിടെ നടക്കുന്നത്. ഭാരതിയാർ ആയാലും അണ്ണാമല യൂണിവേഴ്സിറ്റി ആയാലും ഡിഗ്രി വാലിഡ് ആകാതെ PG മറ്റ് കോഴ്സുകൾ പോയി തമിഴ്നാട്ടിലെ യൂണിവേഴ്സിറ്റികളിൽ പഠിച്ചാൽ സുപ്രീം കോടതിയിൽ നിന്ന് നെഗറ്റീവ് വിധി വന്നാൽ അവസ്ഥ എന്താകും? ഡിഗ്രി വാലിഡ് അല്ലാതെ PG പഠിച്ചു കഴിഞ്ഞ് കേരളത്തിലെ മറ്റ് സ്റ്റേറ്റിലോ ഗവൺമെൻറ് ജോലിയിൽ ഇരിക്കുന്ന സമയത്ത് ഒരു വിഷയം വന്നേക്കാം. ഡിഗ്രി ഇല്ലാതെ എങ്ങനെ PG എടുത്തു, വാലിഡ് ഇല്ലാത്ത ഡിഗ്രി വെച്ച് എങ്ങനെ PG എടുത്തു എന്ന ചോദ്യം ഉന്നയിക്കാം അന്വേഷണം വരുമ്പോൾ. ഒടുക്കം വാർത്തകൾ നിറഞ്ഞു നിൽക്കും. തട്ടിപ്പുകാരൻ പിടിയിൽ, ഡിഗ്രി ഇല്ലാതെ PG എടുത്ത തട്ടിപ്പുകാരൻ പിടിയിൽ എന്ന വാർത്ത ഏതെങ്കിലും ഒരു കാലത്ത് ന്യൂസിൽ വന്നേക്കാം. അതുകൊണ്ട് ഉഡായിപ്പ് ആരും കാണിക്കാൻ നിൽക്കരുത്. ഞാൻ സത്യം പറയുമ്പോൾ പലർക്കും മൂട്ടിൽ തീ പിടിക്കാം. തീ പിടിക്കുന്നത് അവർ ഉഡായിപ്പ് കാണിക്കുന്നതുകൊണ്ടാണ്. ഉഡായിപ്പ് കാണിക്കാത്തവർക്ക് പേടിക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് നമ്മൾ മുമ്പോട്ട് പോവുക തന്നെ ചെയ്യും. ഞാൻ പറയാനുള്ളത് പറയുകയും ചെയ്യും. ഭാരതീയർ വിദ്യാർത്ഥികൾ അന്തസ്സായി സുപ്രീം കോടതിയിൽ പോയി അംഗീകാരം വാങ്ങിയെടുക്കുക, എന്നിട്ട് വലിയ ന്യായം പറയാൻ വരിക. എന്നെ കുറ്റം പറയാൻ വരരുത്. അല്ലാതെ ഒരു ചുക്കിനും ചുണ്ണാമ്പിനും കൊള്ളാതെ നമ്മളെ കുറ്റം പറഞ്ഞിട്ട് നിങ്ങൾക്ക് എന്ത് നേട്ടമാണ്? കഴിവ് കെട്ടവരുടെ ആയുധമാണ് പരിഹാസം. ഞാൻ ഇവിടെ ഇത്രയും ഇരുന്ന് ഡയലോഗ് അടിക്കുന്നത് അന്തസ്സായി ഞാൻ സുപ്രീം കോടതിയിൽ കേസ് കൊടുത്തിട്ടാണ് അണ്ണാമല സംബന്ധിച്ച്. അല്ലാതെ ഒന്നുമല്ല ഞാൻ പറയുന്നത്. മറ്റുള്ളവരാണെങ്കിൽ ഒരു ചുക്കും ചെയ്യാതെയാണ് വന്നിരുന്ന് കമൻറ്റ് ബോക്സിലായാലും ടെലിഗ്രാമിലായാലും എല്ലാം പറയുന്നത്. പശുവിട്ട് പുല്ല് തിന്നയില്ല തീറ്റിക്കയില്ല എന്ന് പറയും പോലെ കോടതിയുടെ പടി പോലും ചവിട്ടാത്ത വേട്ടാവളിയന്മാരാണ് നമ്മളെ കുറ്റപ്പെടുത്താൻ വരുന്നത്. ടെലിഗ്രാമിലായാലും യൂട്യൂബ് ചാനലുകളിലായാലും. ഭാരതീയറിലെ ചിലർ കുറ്റം പറയുന്നത് ഞങ്ങൾ സുപ്രീം കോടതി സംബന്ധിച്ച് അണ്ണാമല കേസില്ലേ, ആ കേസ് സംബന്ധിച്ച് പുട്ടടിക്കാൻ വേണ്ടിയാണ് പൈസ പിരിക്കുന്നതെന്ന്. അപ്പോൾ അവരോട് എനിക്ക് പറയാനുള്ള കാര്യം, വിദ്യാർത്ഥികളുടെ കയ്യിൽ നിന്നും പൈസ വാങ്ങുന്നത് ഞങ്ങൾ സുപ്രീം കോടതി കേസുമായിട്ട് ബന്ധപ്പെട്ടാണ്. അത് പ്രൊട്ടക്ഷൻ ഓർഡർ എടുക്കാൻ വേണ്ടിയാണ്, അല്ലെങ്കിൽ പൊതുവിധി കൊണ്ടുവരാൻ വേണ്ടിയാണ്. അത് എല്ലായിടത്തും ഞാൻ മുമ്പേ തന്നെ വീഡിയോ ചെയ്ത് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഇതോടൊപ്പം ഞാൻ ഒരു കാര്യം കൂടെ പറയാൻ ആഗ്രഹിക്കുന്നു. ഭാരതീയറിലെ ചിലരോട് പറയാനുള്ള ഡയലോഗാണ് എനിക്ക്. ഇവനൊന്നും സ്ത്രീധനം കിട്ടിയ പൈസയ്ക്കല്ല ഞാൻ സുപ്രീം കോടതിയിൽ കേസ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ കേസ് പറയുന്നത് നിന്നെപ്പോലെയുള്ളവർ എച്ചികളാണ്. ഈ എച്ചികളാണ് ഞങ്ങളെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. അത് ജനങ്ങൾക്കറിയാം. ഞങ്ങൾ പോയ കേസ് നോക്കി ഇരുന്നിട്ട് ഞങ്ങളെ തന്നെ കുറ്റം പറയും. അങ്ങനെ കുറേ വാഴകളുണ്ട്. ഭാരതീയറിലുള്ള ചിലരെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. ഞങ്ങളെ കുറ്റപ്പെടുത്തുന്ന സമയത്തും ഞങ്ങളെക്കുറിച്ച് വല്ലയിടത്തും പരാതി വിളിച്ച് പറയുന്ന സമയത്തും അന്തസ്സായി നിങ്ങൾ സുപ്രീം കോടതിയിൽ പോയി കേസ് കൊടുക്കുക, പൊതുവിധി കൊണ്ടുവരിക, അല്ലെങ്കിൽ പ്രൊട്ടക്ഷൻ ഓർഡറെങ്കിലും നിങ്ങളെ സേഫിന് വേണ്ടി നിങ്ങൾ എടുക്കുക. ഞങ്ങൾ സുപ്രീം കോടതിയിൽ അന്തസ്സായിട്ട് പോയിട്ടുണ്ട്. ഞങ്ങൾക്ക് 8 അഭിഭാഷകർ സുപ്രീം കോടതിയിലുണ്ട്. മദ്രാസ് ഹൈക്കോടതി 4 അഭിഭാഷകരുണ്ട്. സുപ്രീം കോടതിയിൽ പ്രൊട്ടക്ഷൻ ഓർഡറിന്റെ വിധി പറയാൻ 2 ജഡ്ജിമാരുണ്ട്. മദ്രാസ് ഹൈക്കോടതിയിലും 2 ജഡ്ജിമാരുണ്ട്. ഇത്രയും വരെ എത്തിച്ചിട്ടുണ്ട് അണ്ണാമല കേസ് സംബന്ധിച്ച്. ബാക്കി ഭാരതിയാർ, പെരിയാർ, മദ്രാസ്, ഭാരതിദാസൻ യൂണിവേഴ്സിറ്റികളിലുള്ള വിദ്യാർത്ഥികൾ, നിങ്ങളുടെ യൂണിവേഴ്സിറ്റികൾക്ക് വേണ്ടി നിങ്ങൾ എന്ത് ചെയ്തു അംഗീകാരം ലഭിക്കാൻ? അതാണ് ഞാൻ നിങ്ങളോട് ചോദിക്കുന്ന ചോദ്യം. ആദ്യം സ്വന്തം കാര്യം കറക്റ്റാക്കിയിട്ട് വേണം
മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുക, എന്നിട്ട് വരിക. അല്ലെങ്കിൽ ഇങ്ങനെ പലതും എൻ്റെ വായിൽ നിന്നും കേൾക്കേണ്ടി വരും. പബ്ലിക്കായിട്ടാണ് ഞാൻ കാര്യങ്ങൾ പറയുന്നത്. മുമ്പ് തന്നെ ഈ യൂട്യൂബിൽ എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്, ഇനിയും പറയും. ഞങ്ങളെല്ലാം പറയുന്നത് എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടാണ് പറയുന്നത്. ഒന്നും ചെയ്യാത്ത കഴിവെട്ടുമാർ വന്ന് പറഞ്ഞാൽ നമ്മൾ കേട്ടുകൊണ്ടിരിക്കാൻ തയ്യാറാകുന്നതല്ല. ഈ ഭാരതീയർ യൂണിവേഴ്സിറ്റി സംബന്ധിച്ച് ഞാൻ 2022 മുതലേ പറഞ്ഞു തുടങ്ങുകയാണ്. 2022 ഞാൻ ഇതേക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. വിവരാവകാശം UGCയുടെ ഭാഗത്തു നിന്ന് കിട്ടിയിട്ട് അംഗീകാരം ഇല്ല എന്ന്. 2023 മദ്രാസ് ഹൈക്കോടതിയിൽ കേസ് വന്നത് ഭാരതീയർ സംബന്ധിച്ച്. 2023 തന്നെയാണ് മദ്രാസ് ഹൈക്കോടതി വിധിക്കെതിരെ UGC സുപ്രീം കോടതിയിലും പോയത്. 2022 തന്നെ എല്ലാ വിദ്യാർത്ഥികളടുത്തും ഞാൻ യൂട്യൂബിൽ പറഞ്ഞിട്ടുണ്ടാണ് പ്രശ്നവും. അന്ന് ആരും കേട്ടില്ല. അന്നും എന്നെ കുറ്റപ്പെടുത്തുന്നു, ഇപ്പോഴും കുറ്റപ്പെടുത്തുന്നു. ഞാൻ അംഗീകാരമില്ലാത്ത യൂണിവേഴ്സിറ്റികളെ കുറിച്ച് ആണ് ചൂണ്ടിക്കാണിച്ചത്. വിദ്യാർത്ഥികൾക്ക് പ്രശ്നം വരുമെന്ന ആ ഒരു അവയർനെസ് എല്ലാവരുടെ എത്തിക്കാൻ വേണ്ടിയാണ് ഞാനും ചാനലിൽ ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞത്. അണ്ണാമല യൂണിവേഴ്സിറ്റിയിലെ വിദ്യാർത്ഥിയുടെ ഗതി ഭാരതീയറിലുള്ളവർക്കും ആകാതിരിക്കുക. പക്ഷേ കുറേ പേർ അത് വിപരീതമായിട്ടാണ് ചിന്തിക്കുന്നതും പ്രവർത്തിക്കുന്നതും പറയുന്നത്.